ഓൾസോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദി എക്കണോമി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് വാട്ട് ആർ ദി ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. അതായത് എന്താണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രോബ്ലംസ്. അതിൻ്റെ ഉത്തരമാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫ്രം ഹൂ ടു പ്രൊഡ്യൂസ്. ആ മൂന്നെണ്ണത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ടാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വലുതായിട്ടാണ് എഴുതിയിട്ടുള്ളത്, നമുക്ക് കണ്ടൊന്നും തിരിയില്ല. അപ്പോൾ എക്സാമിന് ഈ ഒരു സമയം മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് എക്കണോമിക് പ്രോബ്ലംസ് ആർ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്നാണ്. ഓക്കെ, എ കൺട്രി മസ്റ്റ് ഡിസൈഡ് വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി ബേസ്ഡ് ഓൺ ഇറ്റ്സ് അവൈലബിലിറ്റി ആൻഡ് ദി നീഡ്സ് ഓഫ് ദി സൊസൈറ്റി. ദിസ് ഹെൽപ്സ് ബാലൻസ് ദി പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. എന്താ പറയുന്നത് വെച്ചാൽ എ കൺട്രി മസ്റ്റ് ഡിസൈഡ് വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു കൺട്രി തീരുമാനിക്കണം എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് എന്ത് ടൈപ്പ് ഓഫ് സർവീസസ്, എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് എന്ത് ടൈപ്പ് ഓഫ് സർവീസസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ കൊടുക്കണം. ഇൻ വാട്ട് ക്വാണ്ടിറ്റി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം എത്ര ക്വാണ്ടിറ്റിയിൽ അത് കൊടുക്കണം. പിന്നെ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നതിന് പകരം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളതിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷനാണ് ആ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി. ആ പ്രൊഡക്റ്റ് എത്രത്തോളം നമ്മൾക്ക് കിട്ടുന്നുണ്ട്, ഗവൺമെൻറ്റിന് എത്രത്തോളം ആ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കൂടുന്നുണ്ട് എന്ന് നോക്കാം. അതിനുശേഷം നീഡ്സ് ഓഫ് ദി സൊസൈറ്റിക്ക് ആ പ്രൊഡക്റ്റ് എത്രത്തോളം വേണം. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. എ കൺട്രി മസ്റ്റ് ഡിസൈഡ് വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി ബേസ്ഡ് ഓൺ ദി അവൈലബിലിറ്റി ആൻഡ് ദി നീഡ്സ് ഓഫ് സൊസൈറ്റി. എ കൺട്രി മസ്റ്റ് ഡിസൈഡ്, ഒരു കൺട്രി തീരുമാനിക്കണം ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു ഗുഡ്സ്, എന്ത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കണം ഫസ്റ്റ്, പിന്നെ എന്ത് ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം, നെക്സ്റ്റ് സൊസൈറ്റിക്ക് അത് എത്രത്തോളം വേണം ആവശ്യമുണ്ട്. ആ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദിസ് ഹെൽപ്സ് ബാലൻസ് ദി പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. ഇപ്പോൾ ഈ ഒരു സംഭവങ്ങൾ എന്തിന് ഹെൽപ്പ് ചെയ്യും, ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് നമുക്ക് സർവീസസ് ഗുഡ്സ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ, അതിൻ്റെയൊക്കെ ബാലൻസിന് വേണ്ടിയിട്ട് ഈ 3 എണ്ണം നമ്മൾ ഹെൽപ്പ് ചെയ്യും, ഈ 3 കണ്ടീഷൻസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. എ കൺട്രി ഡിസൈഡ്സ് വെദർ ടു യൂസ് മോർ ലേബർ ഓർ മോർ മെഷീൻസ് ഫോർ പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ദി റിസോഴ്സസ് അവൈലബിൾ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എ കൺട്രി ഡിസൈഡ്സ്, ഒരു കൺട്രി ഡിസൈഡ് ചെയ്യും വെദർ ടു യൂസ് മോർ ലേബർ ഓർ മോർ മെഷീൻസ് ഫോർ പ്രൊഡക്ഷൻ. ഓക്കെ, ഒരു കൺട്രി തീരുമാനിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആ ഒരു ഉൽപ്പാദന രീതിക്ക് കൂടുതൽ തൊഴിലാളികൾ അല്ലെങ്കിൽ ഹാൻഡ് വർക്ക്സ് ഉപയോഗിക്കണം, അതോ മെഷീൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ യൂസ് ചെയ്യണമെന്ന് ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഒരു കൺട്രി തീരുമാനിക്കും. ബേസ്ഡ് ഓൺ ദി റിസോഴ്സസ് അവൈലബിൾ. ആ റിസോഴ്സസ് അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെ ഓർത്തിക്കേണ്ടതാണ് മോർ ലേബർ ഓർ മോർ മെഷീൻസ് കൂടുതൽ ഉപയോഗിക്കണോ അതോ ലേബർ കൂടുതൽ ഉപയോഗിക്കണോ എന്ന് ഗവൺമെൻറ് തീരുമാനിക്കണം. അതാണ് ആ 2 ടെക്നിക്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ലേബർ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്, തൊഴിലാളികളെ വെച്ച് കൈയിനെ കൊണ്ടുണ്ടാക്കുന്ന ടെക്നിക്കാണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് മീൻസ് മെഷീനെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന, ലൈക്ക് നെല്ലൊക്കെ പാടത്തൊക്കെ കൃഷിയൊക്കെ ചെയ്യുമ്പോഴേ അപ്പോൾ നമ്മൾ കുറേ ക്യാപിറ്റൽ യൂസ് ചെയ്യും, ലൈക്ക് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൃഷി ചെയ്യും. ആ ഒരു രീതിയാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് എന്ന് വെച്ചാൽ തൊഴിലാളികൾ തൊഴിലാളികളൊക്കെ പോകുന്നുണ്ടല്ലോ, അതുപോലെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. അത് ഏതാണോ ചൂസ് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനാണ് അത് ഏത് ചൂസ് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് 2 മെത്തേഡ്സ് ആണുള്ളത്, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ഒക്കെ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ 2 ഇതും പഠിച്ചു വെക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള ഫ്രം ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, ദി കൺട്രി ഡിസൈഡ്സ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ആൻഡ് ദി സർവീസസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ ദേ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി പീപ്പിൾ സോ ദാറ്റ് എവരിവൺസ് നീഡ്സ് ആർ മെറ്റ്. വളരെ സിമ്പിൾ, ഇങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, സിമ്പിളാണ്. ദി കൺട്രി ഡിസൈഡ്സ്, കൺട്രി തീരുമാനിക്കും. ടു പ്രൊഡ്യൂസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, പിന്നെ എന്ത് ടൈപ്പ് ഓഫ് സർവീസ് ആയിരിക്കണം കൊടുക്കുന്നതും ഓക്കെ, ടൈപ്പ് ഓഫ് സർവീസസ് കൊടുക്കുന്നതും അതെങ്ങനെ ആൾക്കാരിൽ എത്തിക്കുന്നതും, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ്, ഹൗ ദേ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്, എങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തണം. ഓക്കെ, അമംഗ് ദി പീപ്പിളിൻ്റെ ഇടയിൽ, സോ ദാറ്റ് എവരിവൺസ് നീഡ്സ് ആർ മെറ്റ്, അതായത് അപ്പോൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ നമുക്ക് കൂട്ടിമുട്ടാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. ദി കൺട്രി ഡിസൈഡ്സ് മീൻസ് കൺട്രി ഡിസൈഡ് ചെയ്യണം എന്ത് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ്, ഓക്കെ, ആർക്ക് വേണ്ടി പ്രോഡക്റ്റ്സ് എത്തണം, പിന്നെ അവർ സർവീസസ് എങ്ങനെയായിരിക്കണം, പിന്നെ അതെങ്ങനെ ആൾക്കാരിൽ എത്തണം, പിന്നെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ ആൾക്കാരുടെ ആവശ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് നിറവേറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത്ര മാത്രമാണ് നമ്മളെ 4 ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇത് കൊടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് വലിച്ച് വാരിയിട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണ്ട. അപ്പോൾ ഈ 3 നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാനിപ്പോൾ പോസ് ആയിട്ടുള്ളത്, ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് നോക്കി പഠിച്ചാൽ മതി.
ഓക്കെ, താങ്ക് യു.